ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണകർത്താവായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാം ഉമർ എന്നറിയപ്പെട്ടിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ പൊട്ടിക്കരയുകയാണ്. നാളെ നേരം വെളുക്കുമ്പോ ശവ്വാലിന്റെ മാസപ്പിറവിയാണ് തെളിഞ്ഞു വരിക. അവസാനിക്കുകയാണ്. നാളത്തെ നേരം വെളുക്കുമ്പോ ദഫ്മുട്ടലും സന്തോഷത്തിന്റെ ആനന്ദം കൊണ്ട് ഈ മദീനയാകമാനം കുഞ്ഞുമക്കളടക്കം പൊട്ടിച്ചിരി കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ്. ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയും ഭരണാധികാരിയുമായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീടോ ശോകമൂകമായ അന്തരീക്ഷമാണ്. അവിടെ ചിരിയില്ല, അവിടെ കളിയില്ല, അവിടെ രസമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ പുതുവസ്ത്രമില്ല, അവിടെ ദഫ്മുട്ടുന്നില്ല, അവിടെ മാംസത്തിന്റെ ആഹാരമില്ല, അവിടെ മറ്റ് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു ഇരുണ്ട മുറിയിൽ മുസല്ലയിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ കടന്നു വരികയാണ്. ഫാത്തിമ കടന്നു വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ്, ഈ രാജ്യത്തിന്റെ കിരീടാവകാശി നിങ്ങളല്ലേ? ഈ മദീനയുടെ ചെങ്കോലിന്റെ ഉടമസ്ഥൻ നിങ്ങളല്ലേ? നാളെ നേരം വെളുക്കുമ്പോ മദീനയാകമാനം സന്തോഷത്തിന്റെ പൂത്തിരിയാണ്, സന്തോഷത്തിന്റെ തിരമാലയാണ്, ശവ്വാലിന്റെ മാസപ്പിറവിയാണ്, തക്ബീറിന്റെ മധുരമായ മൊഴികൾ കൊണ്ട് മുഖരിതമാകുന്ന ഈ മദീനയാകമാനം സന്തോഷം കൊണ്ട് ഇളകി മറിയുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണിയല്ലയോ? നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ? നിങ്ങളുടെ മക്കൾ ഇന്നെന്തേ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത്? ഈ 30 ദിവസങ്ങൾ പട്ടിണി കിടന്ന ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട മഹദി അവറുകൾ ചോദിക്കുകയാണ്, അതുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി മത്സ്യം വാങ്ങണേ, മാംസം വാങ്ങണേ. മഹാനവറുകളോട് പ്രിയപ്പെട്ട പത്നി പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഫാത്തിമ നിനക്കറിയില്ലേ, കേവലം 2 ദിർഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയില്ല, എനിക്ക് മറ്റൊരു വരുമാനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമ, നമുക്ക് നല്ല ഉടുപ്പും സന്തോഷങ്ങളും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും സ്വർഗത്തിലാണ്. തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ഫാത്തിമ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ഫാത്തിമ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്, അല്ല മഹാനവറുകളെ, എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ നേരം വെളുക്കുമ്പോ മദീനയാകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞുമക്കൾ തക്ബീറിന്റെ മധുരമായ മൊഴികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി, കണ്ടം വെച്ച് തയ്ച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ മഹദിയായ ഫാത്തിമ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, ഈ 2 ദിർഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, അഡ്വാൻസായി 2 ദിർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അഡ്വാൻസായി 2 ദിർഹം വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചപ്പോ മഹദിയായ പത്നിയോട് നോക്കിയിട്ട് പറയുകയാണ്, എടീ പെണ്ണേ, മോളെ, എടീ പെണ്ണേ ഫാത്തിമ, ഈ 2 ദിർഹം ഞാൻ കടം വാങ്ങിയാൽ നാളെ നേരം വെളുക്കുമ്പോ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ മദീനയുടെ പൂമുഖത്തുണ്ടാകുമോ ഇല്ലയോ? നാളെ നേരം വെളുക്കുമ്പോ ഞാൻ മരിച്ചു പോയാൽ അടുത്ത മാസം ഈ ജോലി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അഡ്വാൻസ് കൈപ്പറ്റില്ല ഫാത്തിമ. അതുകൊണ്ട് മക്കളോട് പറയണേ, സുഖസന്തോഷങ്ങളെല്ലാം സ്വർഗത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ ഖജനാവിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ കിടന്ന് അമ്മാനമാടുകയാണ്. 2 ദിർഹമല്ല, 5 ദിർഹമല്ല, ആയിരക്കണക്കിന് ദിർഹമിന്റെയും ദിനാറിന്റെയും ഉടമസ്ഥനാകാൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസിന് കഴിയും. പക്ഷേ
നാളെ അർശിന്റെ തണല് ആഗ്രഹിച്ചുകൊണ്ട് കീറിയ കുപ്പായവുമായി കണ്ടം വെച്ച് തയ്ച്ച കുപ്പായവുമായി പട്ടിണി കിടന്ന് രാജ്യത്തിന് മെഴുകുതിരി പോലെ ഉരുകി വെളിച്ചം പകർന്നു കൊടുത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് ആഗ്രഹിച്ചത് സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുല്ലാഹ്. നാളെ 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുണ്ടല്ലോ, ആ തണലിൽ ഒന്നാമനായി ഈ ഉമറിനും എത്തണം ഫാത്തിമ. അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ, സാധ്യമല്ല ഫാത്തിമ. ഇമാമുൻ ആദിൽ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഇന്ന് അധികാരത്തിന്റെ സോപാനത്തിന് വിരാജിക്കുന്നവരെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിൽ കൊടുക്കുന്ന നഴ്സുമാരെ, പെണ്ണന്മാരെ, നാളെ ഈ ഗുളികകളും മരുന്നുകളുമായി ആഖിറത്തിൽ നീ വരേണ്ടി വരും. പെങ്ങളെ, സാധുക്കൾക്കുള്ള മരുന്നാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള മരുന്നല്ല. ഔദ്യോഗിക വാഹനത്തിലല്ലാതെ ഗവൺമെന്റിന്റെ വാഹനത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് ഘടിപ്പിച്ചു തന്നത്. പത്രം വായിക്കാനല്ല, സ്വറ പറയാനല്ല, തമാശ പറയാനല്ല. ഗവൺമെന്റിന്റെ ജോലി ഒഴിച്ച് സ്വന്തമായി വിശ്രമിക്കാൻ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ആരൊരാള് ഫാനിന്റെ സ്വിച്ച് അമർത്തിയോ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ, നാളെ ആഖിറത്തിൽ അതിന് മറുപടി പറയണം, മറുപടി പറയണം, മറുപടി പറയണം. അതുപോലെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് സംഭവം അങ്ങോട്ട് പോയാൽ നാളെ ജോലി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അത് മാത്രം പറഞ്ഞു നിൽക്കുന്നില്ല. അധികാരികൾ വെറുതെ അല്ല അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് പറഞ്ഞത്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്കാണ് അർശിന്റെ തണല്. വെറുതെ ഒന്നും തണല് കിട്ടൂല. അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ, അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ. ഗവൺമെന്റിന്റെ ഓഫീസിൽ നിന്ന് പേപ്പർ, വെള്ള പേപ്പർ എടുത്തിട്ട് ഭാര്യയ്ക്ക് ലവ് ലെറ്റർ എഴുതാന്ന് പറഞ്ഞാൽ നാളെ ഈ വെള്ള പേപ്പറായിട്ട് ആഖിറത്തിൽ വരണം. ഇവർക്ക് ആദിലായ ഭരണാധികാരി എന്ന് പറയാനൊന്നും പറ്റൂല. അടിച്ചു മാറ്റിയവൻ അടിച്ചു മാറ്റിയ സാധനമായിട്ട് വരണം. എനിക്ക് ഒരുപാട് ഹദീസ് ഉണ്ട്, അങ്ങോട്ട് കയറിയാൽ അത് മാത്രം തന്നെയായിരിക്കും എന്റെ വിഷയം. വേറെ അങ്ങോട്ട് കുറക്കാൻ പറ്റൂല. കുറെ പറയാനുണ്ട്, കുറെ വിഷയം പറയാനുണ്ട്. അല്ലാഹു തആല നല്ല നിലയിൽ മനസ്സിലാക്കാനും ആദിലായ ഭരണാധികാരിയായി ജീവിച്ചു മരിക്കാനും അല്ലാഹു അധികാരികൾക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ ജമാഅത്ത് കമ്മിറ്റിക്കാരും ഭാരവാഹികളൊക്കെ പരിശ്രമിച്ചോ. ഇല്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും, തലകുനിച്ച് നിൽക്കേണ്ടി വരും. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ആദരവായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, ദുനിയാവിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ, അവിടെ വായിക്കപ്പെടുമ്പോ, നബിയേ നബിയേ, അവരുടെ മുഖങ്ങൾ ലജ്ജ കൊണ്ട്, നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും ഹബീബേ. ഇന്ന് എത്രയോ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങിയവനെ അറസ്റ്റ് ചെയ്തു, പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക്. അയാള് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കൂല, അയാളുടെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് മുഖം മറയ്ക്കും. പീഡന കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ഞെളിഞ്ഞിരിക്കൂല, അന്ന് എടുത്തോ, ഫോട്ടോ എടുത്തോ, ഇല്ല, കുനിഞ്ഞു നിൽക്കും, കാണിക്കൂല, മുഖം കാണിക്കൂല, ലജ്ജ കൊണ്ട്, നാണക്കേട് കൊണ്ട്. ഇത് ദുനിയാവിന്റെ അവസ്ഥയാണെങ്കിൽ ആഖിറത്തിലും ഇതേ അവസ്ഥയാണ്. അർശിന്റെ തണല് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ വിചാരണ കോടതിയിലേക്ക് കയറ്റി നിർത്തുകയാണ്. അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ്. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗം അലൈക ഹസീബാ.
ഇത് നിന്റെ ഗ്രന്ഥമാണടോ, ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും കൈക്കൂലി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒന്നുപോലും വിട്ടിട്ടേ ഇല്ല. എല്ലാം ഇതിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. വായിക്കടോ വായിക്കടോ. ഇവന്റെ മുന്നിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോ ഇവന്റെ ഓരോ സംഭവങ്ങൾ അവിടെ വെളിവാക്കപ്പെടുമ്പോ വലൗ തറാ ഇതിൽ മുജ്രിമൂൻ നാകിസൂസിഹിം ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ അവർ തലകുനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പോലീസിന്റെ കാല് പിടിക്കുന്നത് പോലെ, ഗവൺമെന്റിന്റെ കാല് പിടിക്കുന്നത് പോലെ, യമാനെ ഒന്ന് രക്ഷിക്കണേ, രാഷ്ട്രീയക്കാരന്റെ കാല് പിടിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ ഒന്ന് രക്ഷിക്കണേ, ഒന്ന് രക്ഷിക്കണേ. എന്റെ മുഖത്തെ വിവരണമാക്കരുത്, എന്നെ പരസ്യപ്പെടുത്തരുത്, എന്റെ ലജ്ജയെ നിങ്ങൾ കാണണേ, എന്റെ ന്യൂനതയെ മറച്ചു വെക്കണമേ എന്ന് അധികാരികളുടെ കാല് പിടിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇവൻ പറയുകയാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ബോധം വന്നത്, ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിന്റെ യാഥാർത്ഥ്യവും നിന്റെ അസ്തിത്വവും ആഖിറത്തിന്റെ വലിപ്പവും അർശിന്റെ തണലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ, ഒരിക്കൽ കൂടി ഒന്ന് മടക്കണമേ. നിഅമൽ സാലിഹാ, ഞങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ, ഉറപ്പ് പറയുന്നു അല്ലാഹ്, ഇനി വഞ്ചിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയ്ക്ക് എതിരെ പ്രവർത്തിക്കില്ല അല്ലാഹ്, പ്രതിജ്ഞയെ ലംഘിക്കില്ല അല്ലാഹ്, ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു അല്ലാഹ്, നിന്റെ സിംഹാസനത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുന്നു അല്ലാഹ്, നർജിഉ നഅമൽ സാലിഹാ ഫർജിഅനാ. ഒന്ന് മടക്കണമേ, മടക്കണമേ. നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി നാണം കെട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഇന്ന് അഭിമാനത്തോടുകൂടി ജീവിക്കണേ അധികാരി വർഗമേ. എങ്കിൽ അല്ലാഹു അവർക്ക് ഒന്നാമത്തെ സ്ഥാനം അർശിന്റെ തണലിൽ നൽകുകയാണ്. ഇമാമുൻ